പെണ്ണേ, നീ ഇന്നലെ ഇവിടെ പോയേക്കുമായിരുന്നു. ഞാൻ ഇന്നലെ 2-3 വട്ടം ഇവിടെ വന്ന്. ചേച്ചിക്ക് എൻ്റെ നമ്പർ അറിയത്തില്ലായിരുന്നോ? അതിലൊന്ന് വിളിച്ചാൽ പോരായിരുന്നോ? നിന്റെ നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയടി. എങ്കിൽ നിങ്ങളുടെ ചേട്ടൻ്റെ കാണുമായിരുന്നല്ലോ, ഒന്ന് ചോദിച്ചാൽ പോരായിരുന്നോ? ആണോ? അയ്യോ, ഞാനത് ഓർത്തില്ലടി. ചേച്ചി ഇരിക്കേ, ഞാൻ വരുവാണേ. അങ്ങനെ ഇനി ഇവക്കാണോ ചാറ്റ് ചെയ്യുന്ന രാത്രി മൊത്തം? ഇവളാളത്ര ശരിയല്ലെന്നാ നാട്ടുകാർ പറയുന്നത്. ചേച്ചി, ഇതെന്തിനാ മോളെ? ചേച്ചി അറിഞ്ഞില്ലയോ എനിക്ക് പോലീസിൽ ജോലി കിട്ടിയത്? അപ്പോൾ അത് ശരിയായിരുന്നോടി. ആരാണ്ട് പറയുന്നത് കേട്ട്. ഞാൻ വിചാരിച്ചു ചുമ്മാ ഇരിക്കുമെന്ന്. ചേച്ചി എത്ര കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ജോലി കിട്ടിയെന്നറിയാവോ? എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഗവൺമെൻറ് ജോലി. അതിൻ്റെതായി മുട്ടായി. ചേച്ചിക്ക് എന്തോ പിരിയം ത്രെഡ് ചെയ്യണോ? ഞാൻ സാധാരണ ഇങ്ങളെ ചെറിയ പാർലറിലൊന്നും പോകാറില്ല. എന്നാലും നീ എൻ്റെ അയലത്തുകാരിയല്ലയോ? ഇവിടെ ഒന്നും വന്നില്ലെങ്കിൽ നിനക്കെന്തോ തോന്നും? എനിക്കെന്തോ തോന്നാനാ ചേച്ചി, ഇഷ്ടമുള്ളവർ വരും, അത്രയേ ഉള്ളൂ. എന്നാ ജോലിക്ക് ജോയിൻ ചെയ്യണ്ടേ? അടുത്ത മാസം 3-ന്. അപ്പൊ പിന്നെ ഈ പാർലർ ആര് നോക്കും? ആരെങ്കിലും വെക്കണം ചേച്ചി, നമുക്ക് ഇഷ്ടം പോലെ കസ്റ്റമർ ഉള്ളതാ. ആ അതാ. മോളെ, കുടിക്കാൻ ചേച്ചി വെള്ളം കൊണ്ടുവരാ അവിടെ. പിന്നെന്താ, ചേച്ചി ഇവിടെ ഇരിക്കുക കേട്ടോ. എന്തെങ്കിലും കുഴപ്പമുണ്ടായി ഇവിടെ ജോലി അങ്ങ് പോണേ. ഇവിടെ ഈ പാർലറും അങ്ങ് പൂട്ടണേ. വലിയകുളം തിരുമേനയുടെ കൂടോത്രത്തിന് മുമ്പിലേ നിന്റെ കാര്യം കട്ടപ്പുകയാടി. ഞാനിങ്ങനെ നിന്നെപ്പോലെ കുറേ എണ്ണത്തിൻ്റെ ജോലിയും കളഞ്ഞ് കടയും പൊട്ടിച്ചിട്ടുള്ളതാണ്. എന്തുവാടി ഇവിടെ? നിന്നോടാ ചോദിച്ചാൽ ഇവിടെ എന്തുവായിരുന്നെന്ന്? എന്തുവാടി ഇവിടെ? കൂടുപത്രക്കാരി.